അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ, ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാനൊരു ഈസി കപ്സയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കപ്സ റൈസ് വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സവാള, ചപ്പ്, പുതിന, കുറച്ച് ഒരു 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ ഒരു തക്കാളി, വലിയൊരു തക്കാളി, 2 സവാള കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടി മിക്സിയിട്ടൊന്ന് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുക്കണേ. അതിൻ്റെ കൂടെ അത് പേസ്റ്റാക്കി വെച്ചതിന് ശേഷം ലേശം കുരുമുളക്, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ഒരു ബേ ലീഫ്, പിന്നെ വലിയ ജീരകം, ചെറിയ ജീരകം കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പാത്രം വെച്ചിട്ട് നമ്മൾ തീ കത്തിച്ച് പാത്രത്തിലേക്ക് നമ്മൾ എണ്ണ സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ എടുത്ത് വെച്ച ഈ ഇതുണ്ടല്ലോ സ്പൈസസ് മുഴുവനും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പൊട്ടി ഒന്ന് ശരിയായി ചൂടായതിനു ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച ഈ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കളറൊന്ന് ചേഞ്ചായി വരണേ. ചെറിയൊരു ബ്രൗൺ കളർ, ഒരു ബ്രൗണിഷ് കളറായി മാറും. അതുവരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണേ. വറ്റി വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ച് ചിക്കൻ ഉണ്ടല്ലോ, കുറച്ച് വലിയ വലിയ പീസുകളായിട്ടായിരിക്കും കുറച്ചും കൂടി നന്നാവുക കേട്ടോ. ഇപ്പോൾ എൻ്റെ അത്ര വലിയ പീസല്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അതിനെ കഴുകി വെച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എത്രയാണോ നമുക്ക് ഉപ്പ് വേണ്ടത് നമുക്കറിയാലോ, എത്ര വേണ്ടത് നോക്കി ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഉണക്ക നാരങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് ഗരം മസാലയും ഒക്കെ ഞാനൊരു ടീസ്പൂണിൻ്റെ കണക്കിനൊന്നുമല്ല ഇട്ടിടുന്നത്, ഒരു ഏകദേശം കണക്കിന് വെച്ചിട്ടാണ് ഗരം മസാലയും. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കപ്സ മസാല കേട്ടോ. ഇവിടുന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 3 എരിവ് നോക്കിയിട്ട് എരിവിനനുസരിച്ചിട്ട് നമുക്ക് 3 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ നമ്മുടെ ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടല്ലോ അല്ലേ, നന്നായിട്ട് വറ്റി വന്നു. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നല്ല സ്മെല്ലാണ്, നല്ല നമുക്ക് വായിൽ വെള്ളം വരുന്ന രീതിയിലുള്ള ഒരു സ്മെല്ല് ഇപ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കന് വേവിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ചിക്കൻ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചിട്ട് തിരിച്ച് നമുക്ക് ചോറിലേക്ക് ഇടാം. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ റൈസിൻ്റെ കൂടെ ഇട്ട് വേവിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം തന്നെ റൈസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബസ്മതി റൈസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഊറ്റിയിട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സിമ്മിൽ വെച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ ടേസ്റ്റി കപ്സ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഫോണിൽ കാണുമ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് കുറച്ചൊരു ക്ലിയർ കുറവുള്ള കാരണം കേട്ടോ ഒരു വൈറ്റ് കളർ പോലെ തോന്നുന്നു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്